കേരളത്തിലെ പിടി ഇത് മാറ്റാം ഇത് റെഡി ചേട്ടാ ആ കോഴി ഗൈസ് നമ്മളിപ്പോൾ പിടിയിട്ട ഉരുട്ടാൻ പോവുകയാണ് ഗൈസ്. എല്ലാം വരും അവിടെ വെള്ളം. ഇത് പിടി എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പാരമ്പര്യമായിട്ട്? അല്ല വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഇളകൂല. വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് പൊടി തിരിച്ചിട്ടിട്ട് കുഴച്ചെടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേ. അത് ഉറ്റിക്കോ. അങ്ങനെയല്ല, ആയിട്ടില്ല ഒറ്റ മിനിറ്റ്. ആയില്ല അതൊക്കെ അതിന് സമയമുണ്ട് മോളെ. കുറച്ച് പൊടിയിട അതിന് പകുതി ഇട്ടോ, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ടാക്കാം. പണിയെടുക്കാൻ പറ്റില്ല സാർ. അതെന്നറിയോ ആദ്യം ഇതേപോലെയുള്ള വട്ടച്ചെമ്പിൽ വെള്ളം വെക്കുക. അതിലേക്ക് ജീരകം വെളുത്തുള്ളി അരച്ച് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കരിയാപ്പില ഇടുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരി പൊടിച്ച് വെച്ച് വറുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് ഈ വെള്ളം കോരി ഒഴിക്കുക. നല്ല തിളച്ച വെള്ളം വേണം കോരി ഒഴിക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് ഉരുട്ടി ഉണ്ട പോലെ നല്ല വലുപ്പത്തിലെടുക്കുക. അത് നന്നായിട്ട് അമർത്തി പിടിക്കുക, കുഴയ്ക്കുക. അതിന് ശേഷം ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടുക. അതിലേക്ക് കുറേശ്ശെ അരിപ്പൊടി വിതറി കൊടുക്കുക. അത് ഒന്നിച്ച് കട്ട കെട്ടാതെ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഈ ചെമ്പിലുള്ള വെള്ളത്തിലേക്ക് തേങ്ങ ചിരകിയത് അരച്ച് ചേർത്തതും ജീരകം എല്ലാം കൂടി തിളപ്പിച്ച് വെച്ച വെള്ളത്തിലേക്ക് ആ ഉരുട്ടിയ ഉണ്ട കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് ഇടുക. അതിന് ശേഷം അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മാത്രം ഇളക്കുക. അതിന് മുമ്പ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോകും. അത്രേ ഉള്ളൂ പിടി വെക്കുന്ന. പെട്ടെന്ന് ചെയ്യാവുന്ന പണിയാണ്. പിന്നെ ഈ തേങ്ങ പൊടി വറക്കണതിന്റെ കൂടെ തേങ്ങ വറക്കാൻ പറ്റുമോ? പൊടി വറക്കുന്നതിന്റെ കൂടെ തേങ്ങ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അത് തേങ്ങ ചിരകിയതിന് ശേഷം പൊടിയുമായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട്. അതിന് ശേഷം അത് വറുത്തെടുക്കുക. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഈ തേങ്ങ വറുത്ത് പൊടിയിലിട്ടിട്ടാണ് വരുന്നത്, അല്ലാതെ തേങ്ങ വറുത്തിട്ടിട്ട് പൊടി വറക്കുന്നതിലാണ് ടേസ്റ്റ് വരിക. മറ്റൊന്നും കുഴപ്പമൊന്നുമില്ല, രണ്ടും ടേസ്റ്റിയാണ്. എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റി തേങ്ങ പൊടിയിലിട്ട് വറുത്തെടുക്കുന്നതാണ്. വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. സമയത്ത് ഉപ്പ് പാകത്തിലിടുക. അരിപ്പൊടിയിലിട്ട് കുഴയ്ക്കുമ്പോൾ അതിനും കൂടി ഉപ്പ് ചേരുന്ന രീതിയിൽ ഉപ്പിടണം. തിളച്ചു ഇല്ലേ? പുക കാരണം ശരി. നമ്മൾ ഉരുട്ടി വെച്ച് ഉണ്ടയില്ലേ, ഈ ഉണ്ട കുറേശ്ശെ വാരി അതിലിടണം. നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മളിങ്ങനെ ഇടുന്നത്. ഇത് കുറേ സമയം എടുക്കുമല്ലോ. ഇത് മൊത്തത്തിൽ ഇനി എത്ര സമയം കൂടെ എടുക്കും? ഇത് നമ്മൾ വറുത്ത പൊടിയായതുകൊണ്ട് പെട്ടെന്നാകും. ഇത് ഒരു 10-20 മിനിറ്റ് കൊണ്ടാവും. എന്നിട്ട് ഇതിൽ വെള്ളം പറ്റാറാവുമ്പോഴാണ് നമ്മളിത് വാങ്ങി വെക്കുക.
അപ്പോൾ ഒന്ന് സെറ്റായി വരും. എന്നിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. കോഴി ഇറച്ചി കറിയും കൂടി കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. പിടിയും കോഴിയാണ് കേരളത്തിലെ ഏറ്റവും ഫേവറേറ്റായ ഒരു വിഭവം. നമ്മൾ ബീഫും കപ്പയുമായിട്ട് തിരികെ വരുന്നതായിരിക്കും. ഈ ഉണ്ട ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് മുക്കി മാറ്റി വെച്ചിരുന്നു. അത് വെള്ളം കുറവാണെങ്കിൽ ആ ചൂട് തിളച്ച വെള്ളം വീണ്ടും ഒഴിക്കുക അതിനകത്തേക്ക്. അത് നമ്മൾ ഈ ഉണ്ട ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ചട്ടകം കൊണ്ട് ഇളക്കാൻ പാടുള്ളൂ. ഇളക്കൂല, തിളയ്ക്കുന്ന വരെ ഇളക്കൂല. 10 മിനിറ്റ് 20 മിനിറ്റ് 10 മിനിറ്റ് വേണ്ട. ആ സൈഡൊക്കെ സെറ്റാ.